നമ്മൾ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കുറച്ച് മുതിർന്നതിനൊക്കെ ശേഷം സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് പരിചയമുള്ള പലരിലെങ്കിലും ഡയറി എഴുതുന്ന ഒരു ശീലം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ ഒരു ശീലം അങ്ങോട്ട് ഇല്ലാതായി പോയില്ലേ. എന്നാൽ ഈ ഒരു തലമുറ വീണ്ടും ആ ഒരു ഡയറി എഴുതുന്ന ശീലം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരു തലമുറ വളരെ സർവ്വസാധാരണമായി കൊണ്ടു നടക്കുന്ന ഒരു ശീലമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഡയറി എഴുത്തിന്റെ മറ്റൊരു രൂപം. അപ്പൊ എന്താണ് ജേർണലിംഗ്? ഒരു ചെറിയൊരു ശീലം കൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ സാധിക്കുക? അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ തികച്ചും വ്യക്തിഗതമായിട്ടുള്ള ഒരു യാത്ര, മറ്റാരുടെയും ഇടപെടലില്ലാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു യാത്ര. നമ്മുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങൾ, നമ്മുടെ ഫീലിങ്സ് ഇതെല്ലാം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുക. ഡയറി എഴുത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പേരുകൊണ്ടും അതുപോലെ തന്നെ അത് ചെയ്യുന്ന രീതിയും എല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ജേർണലിന്റെ ഗുണങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ശീലം അവർ കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ നമുക്ക് തോന്നാല്ലേ ഇത് ചെറിയൊരു കാര്യമല്ലേ, ഇതിൽ ഇത്ര വലിയ ഗുണങ്ങളൊക്കെ നേടാനായിട്ട് സാധിക്കുമെന്ന്. ഇന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, സ്വന്തമായിട്ട് സംസാരിക്കാൻ ഒരു ആളില്ല, ഒരു കൂട്ടില്ല, വീടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. തീർച്ചയായിട്ടും അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ജേണൽ എന്ന് പറയുന്നത്. പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലേ. ഞാൻ ഈ ഒരു കാര്യം അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ അത് സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കുമോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒക്കെ പറയുമോ, അങ്ങനത്തെ ഒക്കെ സംശയങ്ങൾ നമുക്ക് തോന്നാറുണ്ടല്ലേ. അവിടെയാണ് നമ്മൾക്കൊരു സപ്പോർട്ടായിട്ട് ജേണൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കടന്നു വരുന്നത്. മറ്റാരോട് തുറന്നു പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു ജേണലിൽ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ചിത്രങ്ങളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിറങ്ങൾ കലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ എഴുത്തിന്റെ രൂപത്തിൽ തന്നെ നമ്മൾക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞല്ലേ, ചെറിയൊരു ശീലമാണെങ്കിലും വലിയ മാറ്റങ്ങളാണ് ഇതുകൊണ്ട് നമ്മളിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അല്ലെ, ഒരുപാട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങൾ, ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നങ്ങൾ. ഇതെല്ലാം നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത് മൂലം അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് നമ്മൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും ഒക്കെ അകന്നു പോകും. നമ്മളുടെ ചിന്തകളൊക്കെ നമ്മളിങ്ങനെ രേഖപ്പെടുത്തുന്നത് വഴി എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ കടന്നു പോകുന്നത്, ഇനി എന്തെല്ലാം വളർച്ചയാണ് എന്നിലേക്ക് കൊണ്ടുവരേണ്ടത്, ഇനി നാളുകളിൽ നമ്മൾ ഈ ഒരു പുസ്തകം നോക്കുന്ന സമയത്ത് നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ ഡെവലപ്മെന്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ശീലത്തിലൂടെ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമുക്കൊരു തയ്യാറെടുപ്പുകളൊന്നും വേണ്ട അല്ലെ. നമുക്ക് രാവിലെ ഉണരുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ നിശ്ചിത സമയം കണ്ടെത്തുക, കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട് തയ്യാറാവുക, അട്രാക്റ്റീവ് ആയിട്ടുള്ള രൂപത്തിൽ നമ്മളിത് കൊണ്ട് നടക്കുക. ഇനിയിപ്പോൾ പലർക്കും തോന്നാം എനിക്ക് എഴുതാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ എഴുതാൻ അറിയില്ല, എൻ്റെ അക്ഷരം മോശമാണ്, ഇനി പല ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് സംഭവിക്കാം. പക്ഷെ ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. കാരണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് നമുക്ക് എങ്ങനെയും സംസാരിക്കാം അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാം, നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു ശീലം തന്നെയാണ് ഈ ഒരു ജേണൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കുന്നത് വഴി ഈ ലക്ഷ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ ഈ ഒരു ചെറിയൊരു ശീലത്തിലൂടെ നമുക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇത് നമുക്ക് തുടങ്ങിക്കൂടാല്ലേ. ഇനി നിങ്ങളിലും പലരുണ്ടായിരിക്കും അല്ലെ, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ. ഇങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഈ ഒരു ജേണലിനെ കൂടെ കൊണ്ടുപോകാം.